എനിക്കറിയാം, എന്നെ അറിയാത്തവരും ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാം. എല്ലാവർക്കും എന്നെ അറിയാത്തവരും ഒരുപാട്, എനിക്കൊന്ന് വേറെ സ്റ്റേറ്റിൽ നിന്ന് വരെ, തമിഴ്നാട്ടിൽ നിന്നും കർണാടക, പല സ്റ്റേറ്റിൽ നിന്ന് വരെ എനിക്ക് മെസ്സേജസും ഫോൺ കോൾസും ഒക്കെ ഇങ്ങനെ വരാറുണ്ട്. ഒരുപാട് താങ്ക്സ്. ഒരുപാട് വെച്ചാൽ ഒരുപാട് എന്റെ രണ്ട് ഫാമിലിയുടെയും പേരിൽ നിന്നും ഒരുപാട് താങ്ക്സ്. അതെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഇതായിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇതേപോലെ മീഡിയയിലേക്ക് ഇങ്ങനെ ആയി എന്നൊക്കെ അറിഞ്ഞതും, ഞാൻ പിന്നെയാണ് യൂട്യൂബ് മറ്റേ സോഷ്യൽ മീഡിയസ് കണ്ടപ്പോഴും ഇത്രയൊക്കെ ആയിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചത്. എന്തായാലും ഇല്ല, എല്ലാവരുടെയും സ്നേഹത്തിനും ആ പ്രാർത്ഥനയ്ക്കും എല്ലാം താങ്ക്സ് ഉണ്ട്. എസ്പെഷ്യലി ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫും ഞങ്ങൾക്ക് വന്ന സപ്പോർട്ട് വളരെ വിലമതിക്കാത്തതാണ്. അതുപോലെ തന്നെ സാറ്, എല്ലാവർക്കും എൻ്റെ നന്ദി. ഇല്ല, ഇപ്പൊ ഇനി കൂടുതൽ ആവണി ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻസ് എല്ലാവരും തീരുമാനിക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ. നമ്മൾ ഇവിടെ ലേക്ക് ഷോർ ആശുപത്രിക്ക് മുന്നിലാണ് നിൽക്കുന്നത്. സന്തോഷം നിറഞ്ഞ കാഴ്ചയാണ്. 21-ാം തീയതിയാണ് ആവണി ഇങ്ങോട്ട് വന്നത്. ഇതിനുശേഷം ഇപ്പോൾ ഈ 10-15 ദിവസം കഴിയുമ്പോഴേക്കും ആശുപത്രിയിൽ നിന്ന് സന്തോഷവും ഒപ്പം തന്നെ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് പോകുന്നതെന്നാണ് ആവണി പറയുന്നത്. എല്ലാ ചേർത്ത് പിടിച്ച ആളുകൾക്കും ആവണി നന്ദി പറയുന്നു. 21-ന് നമുക്കറിയാം, അന്ന് വിവാഹ ദിനം മേക്കപ്പിനായി പോകുന്ന വഴിയിലാണ് കുമരകത്ത് വെച്ച് ആവണിയുടെ കാറ് മരത്തിലിടിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ് ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലും പിന്നീട് ഈ ലേക്ക് ഷോറിലേക്കും വന്നത്. ഇവിടെ നട്ടലിന് പരിക്കേറ്റുള്ള ചികിത്സ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്നാൽ ചികിത്സ പൂർത്തിയാക്കി വീട്ടിലേക്ക് പോകുന്ന ആവണിക്ക് ഇനി ഫിസിയോതെറാപ്പി അടക്കം ചെയ്യാനുണ്ട്. പുറത്തിറങ്ങിയപ്പോഴാണ് ആവണി പറഞ്ഞത് താൻ ഇത്ര വലിയ വൈറലായ താരമായ എന്നൊക്കെ പിന്നീടാണ് അറിഞ്ഞത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നടക്കം ആളുകൾ വലിയ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ചൊക്കെ വിളിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. അന്വേഷിച്ച് വിളിച്ചു, ഒപ്പം തന്നെ ഈ സുഖവിവരങ്ങൾ അന്വേഷിച്ചു എന്നൊക്കെ. ആവണി അവിടെ ഒരു സ്കൂളിലെ ടീച്ചറാണ്. ആവണി ഇപ്പോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ അവരുടെ സ്കൂളിൽ നിന്നുള്ള കുട്ടികളടക്കം വിളിച്ചിരുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പം ആവണിയുടെ ഭർത്താവ് ഷാരോൺ ഇവിടെ ഉണ്ടായിരുന്നു. ഷാരോണോട് സംസാരിച്ചപ്പോൾ ഷാരോൺ പറയുന്നത് വിപുലമായ രീതിയിൽ എല്ലാവർക്കും സദ്യയൊക്കെ കൊടുത്തൊരു വിവാഹ ദിനമായിരുന്നു അന്ന്. പക്ഷെ അന്ന് ഇതുപോലെ ഒരു ദൗർഭാഗ്യകരമായിട്ടൊരു അപകടം വന്നതാണ് അതിനൊക്കെ മുടക്കം വന്നത്. അന്ന് തന്നെ താലി കെട്ടി ഇനിയിപ്പോൾ ആവണി എന്നും എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാകും. ഈ ആവണിയുടെ പരിക്കൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇനിയൊന്ന് ആവണി ഒരു പൂർണ്ണ ആരോഗ്യസ്ഥിതി ആയ ശേഷം ആ വിവാഹ ദിനം അതുപോലെ തന്നെ അവർ വിപുലമായിട്ട് തന്നെ ആഘോഷിക്കാനും അത് ആചരിക്കാനും ഒക്കെ ബന്ധുക്കളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരൊക്കെ വീട്ടിൽ അങ്ങനെ ഒരു പദ്ധതി ഇടുന്നുണ്ട് എന്നതാണ്. എന്തായാലും ഒരു സന്തോഷത്തിന്റെ വാർത്തയാണ്. അവർ പൂർണ്ണമായും ചികിത്സ സൗജന്യമായിട്ടാണ് ലേക്ക് ഷോർ ആശുപത്രി ചെയ്തത്. ആശുപത്രി അധികൃതർ പറയുന്നത് ഇനി അങ്ങോട്ട് ഫിസിയോതെറാപ്പിയും മറ്റ് ട്രീറ്റ്മെന്റുകളും ഒക്കെയാണ് ആവണിക്ക് ബാക്കി എന്നാണ്. 4 ദിവസം മുൻപ് ആവണി പറഞ്ഞത് തന്നെ ഒരു വലിയ കോൺഫിഡൻസോട് കൂടിയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ താൻ എഴുന്നേറ്റ് പഴയതുപോലെ നടക്കും